റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. നമ്മുടെ ദേശീയ താൽപര്യത്തിന് UK യൂറോപ്യൻ യൂണിയൻ വിപണികളുമായി കൂടുതൽ അടുക്കുന്നതിലേക്ക് നീങ്ങണമെന്ന് സർ കെയർ സ്റ്റാർമർ പറഞ്ഞു. ഇന്ത്യയുമായും US-ഉമായും ഉള്ള വ്യാപാര കരാറുകൾ സംരക്ഷിക്കുന്നതിന് നമ്മുടെ കൂടുതൽ യോജിപ്പിനായി കസ്റ്റംസ് യൂണിയനേക്കാൾ ഒറ്റ വിപണിയിലേക്ക് നോക്കുന്നതാണ് നല്ലത് എന്ന് പ്രധാനമന്ത്രി BBC-യോട് പറഞ്ഞു. എന്നാൽ യൂറോപ്യൻ യൂണിയന്റെ സിംഗിൾ മാർക്കറ്റ് ലോ കസ്റ്റംസ് യൂണിയനിലോ വീണ്ടും ചേരില്ലെന്നോ സഞ്ചാര സ്വാതന്ത്ര്യം അവസാനിപ്പിക്കില്ലെന്നോ ഉള്ള പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ പുനഃപരിശോധിക്കുന്നത് അദ്ദേഹം തള്ളിക്കളഞ്ഞു. യൂറോപ്പുമായി കൂടുതൽ വിശാലമായ മേഖലകൾ അടുത്ത ബന്ധം സ്ഥാപിക്കാൻ സർ കെയർ ആഗ്രഹിക്കുന്നുവെന്നതിന്റെ ഏറ്റവും വ്യക്തമായ സൂചനയാണ് ഈ അഭിപ്രായങ്ങൾ. UKയുടെ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് പ്രധാനമന്ത്രി ബ്രെക്സിറ്റിനെ ഒരു ഒഴിവുകഴിവായി ഉപയോഗിക്കുകയാണ് എന്ന് കൺസർവേറ്റീവുകൾ അഭിപ്രായപ്പെടുന്നു. സിംഗിൾ മാർക്കറ്റ് എന്നറിയപ്പെടുന്ന സാമ്പത്തിക യൂറോപ്യൻ വ്യാപാര മേഖലയിലേക്ക് പ്രവേശനം അനുവദിക്കുന്നതിനായി ഭക്ഷ്യ കൃഷി മേഖലകളെ ചുറ്റിപ്പറ്റിയുള്ള ചില നിയമങ്ങളിൽ UK ഇതിനകം ബ്രസൽസുമായി അണിനിരക്കുകയാണ്. വെള്ളം പുറത്തേക്ക് ഒഴുകിയെത്തിയപ്പോൾ ആഴത്തിലുള്ള കിടങ്ങിലേക്ക് ബോട്ടുകൾ മുങ്ങിപ്പോയതിനാൽ കനാൽ തകർച്ച നന്നാക്കാൻ 2026 ഭൂരിഭാഗവും എടുത്തേക്കാമെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടി. ഡിസംബർ 22-ഉണ്ടായ ഒരു പൊട്ടൽ മൂലം ഷോപ്ഷെയറിലെ വിച്ചർച്ചിലുള്ള ലാങ്കോലൻ കനാലിനും അതിന്റെ കരയ്ക്കുമുണ്ടായ നാശനഷ്ടങ്ങളുടെ വ്യാപ്തി പുതിയ ആകാശ ദൃശ്യങ്ങൾ കാണിക്കുന്നുമുണ്ട്. കനാൽ അടിയിലെ ഒരു കിടങ്ങിന്റെ അടിയിൽ 2 ഇടുങ്ങിയ ബോട്ടുകൾ കുടുങ്ങിയതായും ഡസൻ കണക്കിന് മറ്റു ബോട്ടുകളും അവിടെ കുടുങ്ങിയതായും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ചില ബോട്ടുകൾ രക്ഷപ്പെടുത്തിയതായി കനാൽ ആൻഡ് റിവർ ട്രസ്റ്റ് പറഞ്ഞു. എന്നാൽ സ്ഥലത്തിനുണ്ടായ കൂടുതൽ നാശനഷ്ടങ്ങൾ പരിഹരിക്കുന്നത് നിരവധി ദശലക്ഷം പൗണ്ട് ചെലവ് വരുന്ന ഒരു വലിയ പദ്ധതി ആയിരിക്കുമെന്ന് കൂട്ടിച്ചേർത്തു. ദുരന്തകരമായ പരാജയത്തിന്റെ കാരണം എഞ്ചിനീയർമാർ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കനാൽ ആൻഡ് റിവർ ട്രസ്റ്റിന്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ജൂലി ഷെർമാൻ പറഞ്ഞു. തകർന്ന ഭാഗം ഒറ്റപ്പെടുത്താൻ 2 അണക്കെട്ടുകൾ നിർമ്മിച്ചിട്ടുണ്ട്. കുടുങ്ങിക്കിടക്കുന്ന നിരവധി ബോട്ടുകൾ ഇതിനകം തന്നെ ജലാശയങ്ങളിൽ തിരികെ എത്തിച്ചിട്ടുമുണ്ട്. കിടങ്ങിന്റെ അടിയിലുള്ള 2 ഇടുങ്ങിയ വള്ളങ്ങൾ വീണ്ടെടുക്കുന്നതിലാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കി. വെള്ളിയാഴ്ച ഈസ്റ്റ് യോർക്ക്ഷയറിൽ കടലിൽ നിന്ന് 2 പേരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ മരിച്ചയാൾ ഒരു അമ്മയെയും അവരുടെ കൌമാരക്കാരിയായ മകളെയും രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് മരണപ്പെട്ടത് എന്ന് ഹാംബർസൈഡ് പോലീസ് പറഞ്ഞു. 45 വയസ്സുള്ള സാറ കീലിങ്ങിനെയും 15 വയസ്സുള്ള ഗ്രേസ് കീലിങ്ങിനെയും രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനായി 67 വയസ്സുള്ള മാർക്ക് റാഡ്ക്ലിഫ് വിത്തേൺസിയിലെ വെള്ളത്തിലിറങ്ങിയതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. വെള്ളിയാഴ്ച വൈകുന്നേരം സാറ കീലിങ്ങിന്റെയും മാർക്ക് റാഡ്ക്ലിഫിന്റെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തതായും ഗ്രേസിനെ കണ്ടെത്താനുള്ള തിരച്ചിൽ തുടരുകയാണെന്നും പോലീസ് കൂട്ടിച്ചേർത്തു. മോശം കാലാവസ്ഥയിലും വിശ്രമമില്ലാതെയും അക്ഷീണം പ്രവർത്തിച്ച RNLI HM കോസ്റ്റ് ഗാർഡുകൾക്കും അടിയന്തര സേവനങ്ങൾക്കും മിസ്റ്റർ റാഡ്ക്ലിഫിന്റെ മകൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ നന്ദി പറഞ്ഞു. വർഷത്തിലെ ആദ്യ ആഴ്ച മുഴുവൻ താപനില 0-ന് മുകളിൽ എത്താൻ പാടുപെടും. വരുന്ന ആഴ്ച വരെ ഇംഗ്ലണ്ടിലും വെയിൽസിലും പുതിയ മഞ്ഞുവീഴ്ചയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ അറിയിക്കുന്നു. വടക്കൻ സ്കോട്ട്ലൻഡിൽ കൂടുതൽ മഞ്ഞുവീഴ്ചയ്ക്കുള്ള ആംബർ മുന്നറിയിപ്പുകൾ ഞായറാഴ്ച വൈകുന്നേരം പ്രാബല്യത്തിൽ വന്നു. അതേസമയം ഇംഗ്ലണ്ട്, വെയിൽസ്, വടക്കൻ അയർലൻഡ് എന്നിവയുടെ ചില ഭാഗങ്ങളിൽ തീവ്രത കുറഞ്ഞ മഞ്ഞ കാലാവസ്ഥാ മുന്നറിയിപ്പുകളും പ്രാബല്യത്തിൽ വന്നു. ആഴ്ചയുടെ അവസാനത്തിൽ UKയിലുടനീളം ഒരു ന്യൂനമർദ്ദ പ്രദേശം വ്യാപിക്കുന്നതിനാൽ ശക്തമായ കാറ്റും കനത്ത മഴയും കൂടുതൽ അപകടങ്ങൾക്ക് കാരണമായേക്കാമെന്നും വ്യക്തമാക്കുന്നു. ഞായറാഴ്ച GMT 6 മുതൽ തിങ്കളാഴ്ച 10 വരെ ഷെറ്റ്ലാൻഡ്, ഓക്നി, വടക്കൻ മെയിൻലാൻഡ്, സ്കോട്ട്ലൻഡിന്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മഞ്ഞുവീഴ്ചയ്ക്ക് സാധ്യതയുണ്ടെന്ന് മെറ്റ് ഓഫീസ് ആംബർ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നിലവിലുണ്ട്. കഴിഞ്ഞ ദിവസത്തിലുണ്ടായ കനത്ത മഞ്ഞുവീഴ്ചയിൽ മൊറയുടെ ചില ഭാഗങ്ങളിൽ ഇതിനകം 40 സെന്റിമീറ്ററിലധികം മഞ്ഞ് വീണതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ശക്തമായ കാറ്റ് കാരണം മഞ്ഞുവീഴ്ച ഉണ്ടായിട്ടുണ്ട്. അബർഡീനും ഡെൻഡിക്കുമിടയിലുള്ള പാതയിൽ 1.2 മീറ്റർ വരെ മഞ്ഞുവീഴ്ച ഉണ്ടായതായി നെറ്റ്വർക്ക് റെയിൽ സ്കോട്ട്ലാൻഡ് റിപ്പോർട്ട് ചെയ്യുന്നു. കനത്ത മഞ്ഞുവീഴ്ചയെ തുടർന്ന് സ്കോട്ടിഷ് റീജിയണൽ എയർലൈൻ ലോഗനെയർ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും അബർഡീൻ, ഇൻവേർനസ് വിമാനത്താവളങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾ റദ്ദാക്കിയിരുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. സർക്കാർ ജീവനക്കാരുടെ 12ാം ശമ്പള പരിഷ്കരണം ബഡ്ജറ്റിന് മുൻപ് പ്രഖ്യാപിച്ചേക്കും. മാർച്ചിൽ പുതിയ ശമ്പളം നൽകുന്ന തരത്തിലാണ് നടപടികൾ പുരോഗമിക്കുന്നത്. 2024 ജൂലൈ 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെയാകും പരിഷ്കരണം. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുന്ന അടക്കമുള്ള ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നും ഉറപ്പാണ്. ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായ 2500 രൂപ എന്ന ലക്ഷ്യത്തിലേക്ക് ക്ഷേമ പെൻഷൻ തുക എത്തിക്കണമെന്നാണ് സൂചന. ശമ്പള പരിഷ്കരണ കമ്മീഷന് പകരം സർക്കാർ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥ സമിതി ഫോർമുല തയ്യാറാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയ തീരുമാനം വന്നാലുടൻ പ്രഖ്യാപനം നടക്കും. കഴിഞ്ഞ ശമ്പള പരിഷ്കരണ സമയത്ത് അടിസ്ഥാന ശമ്പളത്തിന്റെ 1.37 മടങ്ങ് കണക്കാക്കി പുതിയ അടിസ്ഥാന ശമ്പളം നിശ്ചയിക്കുകയായിരുന്നു. അന്ന് 27% ക്ഷാമബത്തെയും 10% ഫിറ്റ്മെന്റ് ബെനിഫിറ്റും ചേർത്ത് 37% വർധനയാണ് ഉണ്ടായത്. ഇത്തവണ 38% വർധന വരുമെന്നാണ് സൂചന. അടിസ്ഥാന ശമ്പളത്തിന്റെ 1.38 മടങ്ങായിരിക്കും പുതിയ അടിസ്ഥാന ശമ്പളം. നിലവിലെ അടിസ്ഥാന ശമ്പളത്തെ 1.38 കൊണ്ട് ഗുണിച്ചാൽ പുതിയ അടിസ്ഥാന ശമ്പളം ലഭിക്കും. ഈ ഫോർമുല തത്വത്തിൽ അംഗീകാരമായെന്നാണ് വിവരം. ഇത് പ്രകാരം 31,740 രൂപയായിരിക്കും കുറഞ്ഞ അടിസ്ഥാന ശമ്പളം.
ബാങ്കിംഗ് മേഖലയിൽ 5 ദിവസത്തെ പ്രവൃത്തിവാരം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ബാങ്ക് ജീവനക്കാരുടെ യൂണിയനുകൾ ജനുവരി 27-ന് രാജ്യവ്യാപക പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു. യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ് ആണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഏറെക്കാലമായി ഈ ആവശ്യം അവർ ഉന്നയിക്കാറുണ്ട്. ഈ പണിമുടക്ക് നടന്നാൽ ജനുവരി 25-26 തീയതികൾ അവധികളായതിനാൽ പൊതുമേഖലാ ബാങ്കുകളുടെ പ്രവർത്തനം തുടർച്ചയായി 3 ദിവസത്തേക്ക് സ്തംഭിക്കും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ സാഹചര്യത്തിൽ എല്ലാവരും ശ്രദ്ധയോടെയാണ് ഈ വാർത്തയെ നോക്കിക്കാണുന്നത്. നിലവിൽ എല്ലാ മാസത്തിലെയും 2ാമത്തെയും 4ാമത്തെയും ശനിയാഴ്ചകളും ഞായറാഴ്ചകളും ജീവനക്കാർക്ക് അവധിയാണെന്ന് PTI അറിയിച്ചു. ശേഷിക്കുന്ന 2 ശനിയാഴ്ചകൾ കൂടി അവധിയാക്കാൻ 2024 മാർച്ചിൽ ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനും UFBയും തമ്മിൽ ഒപ്പുവെച്ച വേതന കരാറിൽ ധാരണയായിരുന്നുവെന്ന് യൂണിയൻ ചൂണ്ടിക്കാട്ടി. എന്നാൽ അത് പാലിക്കാൻ കൂട്ടാക്കാതെ വന്നതോടെയാണ് ജീവനക്കാരുടെ സംഘടന സമരത്തിന് ഒരുങ്ങുന്നത്. 3ാം തുടർഭരണം മോഹിക്കുന്ന ഇടത് സർക്കാർ അവതരിപ്പിക്കുന്ന അവസാന ബഡ്ജറ്റ് ജനപ്രിയമാക്കാൻ ധനമന്ത്രി KN ബാലഗോപാലിന്റെ ഓഫീസ് വിയർക്കുമെന്ന് സൂചന. സംസ്ഥാന ഖജനാവിന്റെ സ്ഥിതി ആശങ്കാജനകമാണെങ്കിലും ജനപ്രിയ ബഡ്ജറ്റ് അവതരിപ്പിച്ചേ മതിയാവൂ എന്നാണ് CPMന്റെയും ഇടതുമുന്നണിയുടെയും നിർദ്ദേശം. ജനുവരി 29-നാണ് മന്ത്രി KN ബാലഗോപാൽ തന്റെ 6ാമത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. ഇനി സ്പോർട്സ് വാർത്തകൾ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ മാഞ്ചസ്റ്റർ സിറ്റി ചെൽസി മത്സരം സമനിലയിൽ. ഞായറാഴ്ച നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി ടിജാനി റെയിൻഡേഴ്സ് ആണ് ഗോൾ നേടിയത്. മത്സരത്തിന്റെ 42-ാം മിനിറ്റിലാണ് താരം ഗോൾ സ്കോർ ചെയ്തത്. എൻസോ ഫെർണാണ്ടസ് ആണ് ചെൽസിക്കായി ഗോൾ കണ്ടെത്തിയത്. മത്സരം അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് എൻസോ പന്ത് ഗോൾ വര കടത്തിയത്. സ്വന്തം മൈതാനത്ത് നടന്ന മത്സരത്തിൽ വെസ്റ്റ് ഹാമിനെ എതിരില്ലാത്ത 3 ഗോളിന് തകർത്ത് ജോൺ എറിയാസ്, ഹുവാങ് ഹീചാൻ, മാത്യൂസ് മാനെ എന്നിവർ ആദ്യ പകുതിയിൽ നേടിയ ഗോളുകളാണ് വിജയം ഉറപ്പിച്ചത്. 6 പോയിന്റുമായി പട്ടികയുടെ അടിത്തട്ടിൽ 20ാം സ്ഥാനത്തുള്ള വോൾസിന് ഇതുവരെ 1 ജയവും 3 സമനിലയും 16 തോൽവിയുമാണ്. തരം താഴ്ത്തൽ ഭീഷണി ശക്തമാണ്. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 121.18 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.